ൊക്കെ അച്ഛനും അമ്മയും എല്ലാവരും അതെ വലിയ അടുപ്പക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ലാലുവിനെ ഇപ്പോൾ ഈ പുറമേ അങ്ങനെയൊന്നും പറഞ്ഞ് ആചാര കസർത്തൊന്നും ചെയ്തില്ലെങ്കിൽ ലാലുവിന് രാജുവിനെ ഇഷ്ടമാണ്, രാജുവിന് അതിനെക്കാട്ടിൽ ഇഷ്ടമാണ്. ഇവരെല്ലാം ഈ ലാലുവിൻ്റെ കുസൃതികളൊക്കെ ചിലപ്പോൾ ഈ പിള്ളേരോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. യോ എന്നെ പോലെ ആയിരുന്നടാ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും അല്ല, ലാലുവിൻ്റെ ഒരു മനസ്സുണ്ടല്ലോ, അതൊക്കെ ഒരു തുറന്ന വേദിയിൽ പറയാൻ, അത് സിനിമയിൽ എല്ലാവർക്കും കിട്ടത്തില്ല മോളെ, സത്യം പറയാം. ഞാൻ പറയുമല്ലോ, അമ്മ അസോസിയേഷനിൽ മോഹൻലാലല്ലേ പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞോളൂ ഇതാണോ ജോലി അദ്ദേഹത്തിന്? എന്തുകൊണ്ടാണ് ഈ അമ്മയുടെ തലപ്പത്ത് മമ്മൂട്ടി മോഹൻലാലും വരണമെന്ന് ഞാനടക്കമുള്ളവരാലോചിക്കുന്നത്? അത് ആരെങ്കിലും ഈ അമ്മയിലുള്ളവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്തോ എനിക്കറിയില്ല. അവരുടെ പേരാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ അവർ രാവിലെ ഇവിടെ വന്ന് അറ്റൻഡൻസ് ഇടുമല്ലോ, ആരൊക്കെ വന്ന ഒപ്പിട്ട് അതല്ല അവരുടെ ജോലി. അവർ മലയാള സിനിമയുടെ യശസ് ലോകമെമ്പാടും ഉയർത്താൻ നടക്കുന്ന രണ്ട് വ്യക്തികൾ കാലത്ത്, അതിനാണ് വേറൊരു കമ്മിറ്റിയും ഒരു സെക്രട്ടറിയും ഒരു ട്രഷററും അതും ഇതൊക്കെ ആയിട്ട് കുറേ ആൾക്കാരെ എടുത്തിരിക്കുന്നത്. അവരും ഇല്ലേ, വേറെ ഉണ്ടല്ലോ, കമ്മിറ്റിയിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് രണ്ടുപേരെ ഇരുത്താം. അപ്പോൾ ഞാൻ പറയുന്നത് അവരവിടെ വരണം എന്നുള്ളതല്ല, അത് മമ്മൂട്ടി മോഹൻലാലാണ് കേട്ടോ എൻ്റെ മറ്റേ തലപ്പത്ത് കാര്യങ്ങൾ. അയ്യോ വേണ്ട, ഇനി അവിടെ ചെന്നൊന്നും പറയാൻ നിൽക്കേണ്ട, അവർക്കൊരു മനസ്സിന്. അപ്പം അവരോടുള്ള ബഹുമാനം കൊണ്ടാണ് ചിലപ്പോൾ ഒരു പക്ഷേ പല തെറ്റുകളും അമ്മ ചെയ്തു എന്ന് തോന്നുന്നത് മിണ്ടാതെ നമ്മളൊക്കെ വിടുന്നത്. അതെല്ലാ സംഘടനയിലും അങ്ങനെയാണ്. ഇപ്പം തലപ്പത്തിരിക്കുന്ന ആളുടെ ഇൻഡസ്ട്രിയിലെ സ്ഥാനം എന്താണെന്ന് നമ്മൾ നോക്കും അല്ലേ. ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ജീവിതത്തിൽ ഒരു പടമറ്റം എടുത്ത് പൊട്ടി അടപ്പിളകി വീട്ടിൽ ഇരിക്കുന്നവൻ വന്ന് കളഞ്ഞിട്ട് നമ്മുടെ അടുത്തൊക്കെ പറയണം കേട്ടോ, നിങ്ങൾ പടമെടുക്കാൻ വരൂ എന്നൊക്കെ പറഞ്ഞാൽ, സാറൊരിക്കൽ പണ്ടെടുത്ത് ഇല്ലയോ ഒന്ന് എടുത്തു, എന്താ അത് പോയി പോയി, അപ്പോൾ ഞങ്ങളും പോയാലോ എന്ന് എന്നൊക്കെ ഉപദേശങ്ങൾ പോലെ ഉള്ളു മോളെ എല്ലാം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. എങ്കിലും ഞാൻ പറയുന്ന അതാണ്, മമ്മൂട്ടി മോഹൻലാൽ സംഘടനയിലിരിക്കുന്നു, പക്ഷേ അവിടെ എന്നും വന്ന് കാര്യങ്ങൾ നോക്കുന്നവർക്ക് തെറ്റുകൾ പറ്റുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞില്ല, എൻ്റെ താരണ്ടി ചോദിച്ചു കുടുംബയോഗത്തിൽ ചേച്ചി പാട്ട് പഠിക്കും. ഏത് കുടുംബയോഗം? അല്ല അമ്മയ്ക്കൊരു കുടുംബയോഗം ഉണ്ടായിരുന്നു, ഞാനിവിടെ കൊച്ചിയിലുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ചോദിച്ചപ്പം അന്ന് ബാബുരാജ് മാത്രം ഒരു ഉത്തരം പറഞ്ഞു, 4 പേരെ വെച്ച് ഏൽപ്പിച്ചു ഓരോരുത്തരെ ക്ഷണിക്കുക. അയ്യോ എൻ്റെ പൊന്നെ ചേച്ചി, ജഗദീഷും പറഞ്ഞു കേട്ടോ. ഞാൻ എനിക്കതിലൊന്നും പരാതിയൊന്നുമില്ല, അപ്പോൾ ചെറിയ കാര്യം നമ്മൾ പിന്നെ ഈ വയസ്സുകാലത്ത് ഇനിയിപ്പോൾ കുടുംബയോഗത്തെ. അപ്പം ഞാൻ കളിയാക്കി പറഞ്ഞു, ജഗദീഷിനോട് കൂടെ പറഞ്ഞു, അതിപ്പം ആരെയാണ് നിങ്ങളെ ഏൽപ്പിച്ചത്? പെണ്ണുങ്ങളാണെങ്കിൽ അവരൊരു പക്ഷേ അമ്മയെക്കാട്ടിൽ ആങ്ങളമാരെ ആയിരിക്കും ഇഷ്ടം, ആണുങ്ങളാണെങ്കിൽ അമ്മയെക്കാട്ടിൽ പെങ്ങന്മാരോടായിരിക്കും ഇഷ്ടം, ഇതുകൊണ്ടാണല്ലോ വിളിക്കാത്തത്. ഇതൊന്നും ഒരു കുറ്റമല്ല. വയസ്സുകാലത്ത് ഈ അമ്മമാരൊക്കെ വന്നിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് സത്യം. അയ്യോ അവർ വീഴുമോ, അവിടെ കാണുമെന്ന് പിടിച്ചേരെ ഇറങ്ങി പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതറിഞ്ഞ് നമ്മളങ്ങ് മാറി നിൽക്കുക. കുടുംബയോഗത്തിൽ വല്ല പ്രത്യേകമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ പോകും, സഹകരിക്കും, അതൊരു സംശയമില്ല. ചുമ്മാ അതൊരു മീറ്റിംഗ്, പിള്ളേരെല്ലാം കൊണ്ടൊന്ന് രസിച്ച്. ഇപ്പം എൻ്റെ മക്കൾ തന്നെ ചിലപ്പം എവിടെല്ലാം പോകുന്നു, എന്തമ്മേ അമ്മയെ കാണേണ്ട സ്ഥലമമ്മേ, അവിടെ പോകുമേ ഇവിടെ പോകുമേ, ഹോങ്കോങ്ങിൽ ഇപ്പോൾ പിന്നെ ഹോങ്കോങ്ങിൽ പോകാൻ 70ാമത്തെ വയസ്സിലേ നല്ല കാലത്തേ പോയിട്ടില്ല. അതൊക്കെ ഞാൻ ഇപ്പം പറയുന്നത് പിള്ളേരോട്, ഞാനും ഒന്ന് ലൈൻ മാറ്റാൻ പോവാ, യാത്ര, ഒരു ന്യൂ ജനറേഷൻ, ഒരു ഭയങ്കര അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ കാര്യം മോളെ എന്താണെന്നറിയാം, ഇപ്പൊ എമ്പുരാന്റെ കാര്യം തന്നെ എടുക്കുമ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്ന ഒരു പടം അതിന് തന്നെ ഒരു വലിയ വാർത്തയാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്തു. പൃഥ്വിരാജിൻ്റെ ഒരുവിധം നന്നായിട്ട് അത്യാവശ്യമൊക്കെ പടം ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവുണ്ടെന്നുള്ള 2 പടത്തിലൂടെ ഏറെക്കുറെ കുറച്ച് പേർക്കെങ്കിലും അറിയാം. അത് സമ്മതിക്കാൻ ഇതുപോലെ മോഹൻലാലിനെ പോലെ മനസ്സുള്ളവർക്ക്, അല്ലാത്തൊരു എന്താന്നൊക്കെ പറയാം, അതൊക്കെ പറയും, അത് പറഞ്ഞോട്ടെ, അതൊന്നും നമ്മളിങ്ങനെ കേട്ടിങ്ങനെ കളയുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് സത്യം ഇതെല്ലാവരുടെ നല്ല അന്തസ്സായിട്ട് എഴുതിയിരിക്കുന്നവരുടെയൊക്കെ കത്തുകൾ വായിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു അഭിമാനം തോന്നും. ചേച്ചി ലാലേട്ടനെ പോലെ ഒരാളെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പടം ചെയ്യാനായിട്ട് പൃഥ്വിക്ക് ഒരു അവസരം കിട്ടിയത് തന്നെ വലിയ ദൈവാധീനം. പക്ഷേ പൃഥ്വി നന്നായിട്ട് ചെയ്യും, ഞങ്ങൾക്ക് വി ഹാവ് ദ പൃഥ്വിക്ക് അതിൻ്റെ കഴിവുണ്ട്, ഞങ്ങൾ അതുകൊണ്ടാണ് ആ പടം കാണാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശ്വരൻ സഹായിച്ച് എമ്പുരാൻ നിങ്ങളെപ്പോലെ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒരു ചർച്ചയാണ്. അമേരിക്കയിൽ ആദ്യത്തെ ദിവസത്തെ ഷോയൊക്കെ ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ, എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അല്ല, അവിടെ നിന്ന് എനിക്ക് ഞങ്ങളുടെ കോളേജ്, ഞങ്ങൾ ട്രിവാൻഡ്രം വിമൻസ് കോളേജ് ഗ്രൂപ്പുണ്ട്, അതിൽ പലരും അമേരിക്കയിലൊക്കെ ഉണ്ട്, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, റാണി ജയശങ്കർ, അവരൊക്കെ. അപ്പോൾ അവരൊക്കെ ഓരോ ഷോയുടെയും ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയിരിക്കുകയാണ്, കിട്ടുന്നില്ല, ഫസ്റ്റ് ഡേ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതി അയച്ചു. ലണ്ടനിൽ ആദ്യത്തെ 2 ദിവസത്തെ 3 ഷോയും കംപ്ലീറ്റ്ലി ബുക്ക്ഡ് ആയിട്ട്. അപ്പോൾ ഒരെണ്ണം ബുക്ക് ചെയ്തിരിക്കുന്ന അവിടെ
ഇവിടെ നമ്മുടെ പാരഗൺ ഹോട്ടലൊക്കെ നടത്തുന്ന ഒരു ഇപ്പോൾ അതിൻ്റെ സൽക്കാരം എന്നാന്ന് തോന്നുന്നത് അറിയത്തില്ല, സന്തോഷ് ആതിര എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു ലേഡി പൃഥ്വിരാജിനെ ഇമിറ്റേറ്റ് ചെയ്തൊരു പെൺകുട്ടി, അവരൊക്കെ ലണ്ടനിലാണ്. ഓക്കെ ഓക്കെ. അവർ ഇങ്ങനെ ബുക്കിങ്ങിൻ്റെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ടിങ്ങനെ സന്തോഷിക്കുകയാണ്. ഈശ്വര, ആദ്യത്തെ 3 ദിവസം UK ടിക്കറ്റ് ഇല്ലെന്നോ എന്നൊക്കെ നമുക്ക് ഇതൊക്കെ ഇവർ പറഞ്ഞല്ലേ നമുക്കറിയാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ മക്കളും മോഹൻലാലും ഒക്കെ അറിയുമായിരിക്കും. ഞാൻ പക്ഷേ അത്ര ഇതെല്ലാം എനിക്കും വരുന്നുണ്ട്. ദൈവം സഹായിച്ച് എന്തോ അയ്യോ അമ്മയും കൂടെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതെല്ലാം കാണുമ്പോൾ കൂടുതൽ വിനയത്തോടുകൂടി ഈശ്വരനോട് പറയാണ്, ദൈവമേ, ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടെങ്കിലും ഇത് നമ്മുടെ ചോറാണ്, ഇതിനകത്ത് കരകയറ്റി വിടണം. ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. ഇപ്പൊ ലാലേട്ടൻ ആ പ്രസ് മീറ്റിൽ തന്നെ രാജുവിനെ പറയുന്ന കാര്യം പറയുമ്പോ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംവിധായകനായി മാറും പൃഥ്വിരാജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കണ്ടു, അതെല്ലാം ഞാൻ ലാലുവിൻ്റെ എല്ലാം ഞാൻ കേട്ടു. ഒരുവിധപ്പെട്ട പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. ഇന്നലെ തന്നെ ആക്ടറായിട്ടാണോ ഡയറക്ടറായിട്ടാണോ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ആസ് എ പേഴ്സൺ അതൊക്കെ നല്ല ഒരു, അത് ശരിക്കും പറഞ്ഞാൽ അത് മോളെ അത് തോന്നിയാലും അല്ല രണ്ടും അറിയാം എന്ന് പറഞ്ഞാലും അതിന് ഉത്തരവായി അല്ലേ. 2 തരത്തിൽ അയാൾ മിടുക്കനാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അതിൻ്റെ അപ്പോഴാണ് അങ്ങനത്തെ ഉത്തരങ്ങൾ വരുമ്പോൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഉത്തരങ്ങൾ വരും. അതാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിപ്പം മമ്മൂട്ടിക്കും അറിയാം നന്നായിട്ട്. എൻ്റെ മക്കളെ എല്ലാം നന്നായിട്ട് സുഖമായിട്ടുള്ള കാലം മുതലേ വലിയ അടുപ്പക്കാരാണ്. അപ്പം ലാലുവിനെ കുടുംബപരമായിട്ട് ഞാനൊരു കൊച്ചു മോനെ പോലെ എപ്പോഴും വയസ്സ് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ലാലു എന്നെ കണ്ട് ഒരുപാട് ഉള്ളതാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എന്നാലും ആ ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടല്ലോ. ചുമ്മാ അങ്ങ് വെറുതെ ഈ പത്രമാധ്യമങ്ങളിൽ വരുന്ന ഭാഷ പോലെ തെക്കോട്ടും വടക്കോട്ടും ഇട്ട് കളയാനുള്ളതല്ല.